ഷെയ്ബ കിച്ചണിൽ ഇന്ന് നല്ല ബീഫ് കറി ആയാലോ. അപ്പം ബീഫ് വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് 4 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. വേറൊരു പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് 2 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിൽ നിന്നൊരു പകുതി മാറ്റി വെച്ച് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ അടിച്ചെടുത്തിട്ടുള്ള ഒരു ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചു കൊടുക്കാം ചെറിയ തീയിൽ. ഇതുപോലെ എണ്ണ മേലയിലേക്ക് തെളിഞ്ഞു വരും. ആ ഒരു സമയത്ത് ബീഫ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം.